ബിനിൽ, ഈ ഗുണ്ടാബന്ധമുള്ള പോലീസുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് വകുപ്പ് പലപ്പോഴായി പറഞ്ഞതാണ്. ഇന്നിപ്പോഴിതാ ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട്, വിശദീകരണം ആവശ്യപ്പെടും എന്ന് പറയുന്നു. ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ ഈ ഡിവൈഎസ്പിയുടെ പേര് മനഃപൂർവ്വം രേഖകളിൽ നിന്ന് ഒഴിവാക്കി എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് തുടർന്ന് ഇവരുടെ നടപടി എന്തായിരിക്കും? ആരൊക്കെ ആയിരിക്കും കുടുങ്ങാൻ പോവുക? മോത്തി, ഡിവൈഎസ്പിയുടെ റോള് സംബന്ധിച്ച റൂറൽ പോലീസ് മേധാവി, അതായത് എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേന കൃത്യമായ റിപ്പോർട്ട് മുകളിലേക്ക് നൽകിയിട്ടുണ്ട്. SI അവിടെ റെയ്ഡിനെത്തിയപ്പോൾ അവിടെ ഡിവൈഎസ്പിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നായിരുന്നു SIയുടെ റിപ്പോർട്ട്. കാരണം അവിടെ എത്തുമ്പോൾ 6 പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് SI ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ആ 6 പേരെയും വിശദമായി ചോദ്യം ചെയ്തു. അതിലൊരാൾ തമ്മന ഫൈസലായിരുന്നു. മറ്റൊരു ഫൈസലിന്റെ സുഹൃത്ത് ഷബനാസ് ആയിരുന്നു. ഇവർ 2 പേർക്കുമെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ട് അവരുടെ കരുതൽ അറസ്റ്റ് അവിടെ വെച്ച് തന്നെ പോലീസ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. അതിൽ 3 പേർ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവരാണ് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ മറ്റൊരാളുടെ കാര്യത്തിൽ അയാൾക്കെതിരെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാളെ പോലീസ് പോകാൻ അനുവദിച്ചു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. ആ ഘട്ടത്തിലാണ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യം പോലീസിന് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഡിവൈഎസ്പിയുടെ പേര് ചേർത്തുകൊണ്ട് തന്നെയാണ് റൂറൽ പോലീസ് മേധാവി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അക്കാര്യം ഇന്നലെ റൂറൽ പോലീസ് മേധാവി അടക്കം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ ഡിവൈഎസ്പി സാബു ആണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ തമ്മന ഫൈസലിന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ പോലീസ് ഗുണ്ട നെക്സസ് എന്താണ് എന്നതാണ് ഇനി പുറത്തു വരേണ്ട കാര്യം. ഇവർ എന്തിനു വേണ്ടി കൂടിക്കണ്ടു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് വ്യാപകമായി ഓപ്പറേഷൻ ആഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം റൂറൽ പോലീസ് ആണെങ്കിൽ ഒരു 3 ദിവസം കൂടി അത് നീട്ടി. കാരണം ആ സമയത്ത് പിടികൂടാത്ത ആ പ്രതികൾ ഉണ്ട്, അല്ലെങ്കിൽ ഗുണ്ടകൾ ഉണ്ട് എങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഒരു 3 ദിവസം കൂടി ആ ഓപ്പറേഷൻ നീട്ടിയത്. എന്തായാലും ആ ഓപ്പറേഷൻ നീട്ടിയപ്പോഴാണ് ഈ ഡിവൈഎസ്പി കുടുങ്ങിയത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഈ സർവീസിൽ നിന്ന് വിരമിച്ചു പോകുന്ന ആളാണ് MG സാബു. പക്ഷേ MG സാബുവിന് ഈ ഗുണ്ടാ ബന്ധത്തിൽ പിടി വീണത് ഈ ഓപ്പറേഷൻ ആഗ് 2 ദിവസം കൂടി നീട്ടാൻ ആ റൂറൽ പോലീസ് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഇനി അറിയേണ്ടത് ഇവർ തമ്മിലുള്ള ബന്ധമെന്ത്, എന്തിനു വേണ്ടി കൂടിക്കണ്ടു, അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും, വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്കമാലി പോലീസും ഇക്കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. മോത്തി.